ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപാണ് ബാലി. കേരളത്തിന്റെ 1/7 വിസ്തൃതി മാത്രമുള്ള ഇവിടം വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. ആ മനോഹാരിതയ്ക്കപ്പുറവും വിചിത്രമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഈറ്റില്ലം കൂടിയാണ് ഇവിടം. ബാലിയെ ഒരു ചെറിയ ദ്വീപായി നമുക്ക് കാണാമെങ്കിലും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ബാലിയിലെ ഒരു ഗ്രാമമാണ് ട്രൂണിയൻ. ഇത് അറിയപ്പെടുന്നത് തലയോട്ടി ഗ്രാമം എന്നാണ്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഇവർ അവരുടെ ഓസ്ട്രോനേഷ്യൻ പൈതൃകം ഇന്നും സംരക്ഷിച്ചു പോരുന്നു. ഇതവരുടെ വാസ്തുവിദ്യാ രീതിയിലും സാംസ്കാരിക രീതിയിലുമെല്ലാം പ്രകടമാണ്. എന്നാൽ ഇവിടുത്തെ ആചാരങ്ങൾ പലതും കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നതാണ് വാസ്തവം. ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്ന സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് ആങ്ങിന്റെ താഴ്വരയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ ഗ്രാമത്തിലേക്ക് സാധാരണ അധികം സഞ്ചാരികളൊന്നും പോവാറില്ല. ബത്തൂർ നദി കടന്നു വേണം ഇവിടെ എത്തിപ്പെടാൻ. ഈ ഗ്രാമത്തിലെ വിചിത്രമായ ശവസംസ്കാര രീതി കൊണ്ടാണ് പ്രദേശത്തെ തലയോട്ടി ഗ്രാമമെന്ന് വിളിക്കുന്നത്. ബാലിയിലെ മറ്റ് സമൂഹങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരിടമാണ് ട്രൂണിയൻ ഗ്രാമവും ഇവിടുത്തെ ഗോത്ര സമൂഹവും. ഇവിടെ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ശവശരീരം മറവ് ചെയ്യാതെ ട്രൂമിനിയൻ എന്ന സുഗന്ധമുള്ള ഒരു മരത്തിന്റെ കീഴിൽ മുള കൊണ്ട് തയ്യാറാക്കിയ ഒരു തുറന്ന കൂടിനുള്ളിൽ അടക്കും. ശരീരം പ്രകൃതിയുമായി നേരിട്ട് ലയിക്കണമെന്ന് ഈ ഗോത്ര സമൂഹത്തിന്റെ വിശ്വാസം. ശരീരം മുഴുവൻ അഴുകി ജീർണിച്ചു പോയി കഴിയുമ്പോൾ തലയോട്ടിയും അസ്ഥിയും എടുത്തുകൊണ്ടുവന്ന് ഒരു കല്ലുകൊണ്ട് ചെരിച്ചു കെട്ടിയ തറയിൽ എല്ലാവർക്കും കാണാവുന്നതുപോലെ പ്രത്യേക തരത്തിൽ സ്ഥാപിക്കും. സ്ത്രീകളെ ഈ ശവസംസ്കാര ചടങ്ങുകളിൽ അവർ പങ്കെടുപ്പിക്കാറില്ല. അതുപോലെ വിവാഹം കഴിക്കാത്തവരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ആചാരം നടത്തുകയുമുള്ളൂ. അല്ലാത്തവരുടെ മൃതദേഹം ദഹിപ്പിക്കുകയാണ് പതിവ്. നൂറ്റാണ്ടുകളായി ഇങ്ങനെ ആചരിച്ചു പോരുന്നതിനാൽ ആ തറയിൽ ഒട്ടേറെ തലയോട്ടികളും അസ്ഥികൂടങ്ങളും കാണാൻ കഴിയും. പുറം ലോകത്തു നിന്നുള്ളവർക്ക് ഇതൊരു ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഗ്രാമത്തെ തലയോട്ടികളുടെ ഗ്രാമം എന്നാണ് വിശേഷിപ്പിക്കാറ്. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ശരീരം ജീർണിച്ചതിന്റെ ഒരു തരത്തിലുള്ള ഗന്ധവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. മേനിയൻ കാരു അല്ലെങ്കിൽ സുഗന്ധമുള്ള മരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മരത്തിന്റെ സാമീപ്യം ഉള്ളതിനാലാണ് ഗന്ധമില്ലാത്തതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവിടെ എത്തിയവർ മരത്തിൽ നിന്ന് അത്തരത്തിലൊരു ഗന്ധമൊന്നും അനുഭവപ്പെട്ടതായി പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ജീർണിച്ച ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കാത്തത് ഇന്നും ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമായി തുടരുകയാണ്. ട്രൂണിയൻ ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള 3 ശ്മശാനങ്ങളാണ് ഉള്ളത്. എന്നാൽ അതിലൊന്നു മാത്രമാണ് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നത്. പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് മരിച്ചവരെ ഈ രീതിയിൽ അവർ സംസ്കരിക്കുന്നത് നഗരത്തിന് സമീപത്തുള്ള അഗ്നിപർവ്വതത്തെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് എന്നാണ് പറയുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ മംഗളകരമായ ദിവസങ്ങളിൽ മാത്രം നടത്താനും സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബം പണം സ്വരൂപിക്കുന്നതിനുമായി ചില മൃതശരീരങ്ങൾ സംസ്കരിക്കാതെ ദിവസങ്ങളും മാസങ്ങളും വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. ശവങ്ങൾ ചീത്തയാവുന്നതിന് തടയാനായി ഗ്രാമവാസികൾ ഫോർമൻഡിഹൈഡ് ഉപയോഗിക്കുന്നുമുണ്ട്. ദുർഗന്ധം വമിക്കാത്തതിന്റെ കാരണം ഇതുമാകാമെന്നും പറയപ്പെടുന്നുണ്ട്. എന്താണേലും ട്രൂണിയൻ ഗ്രാമം ഇന്നും ഒരു ദുരൂഹത നിറഞ്ഞ ഗ്രാമമാണ്. അവിടുത്തെ ആചാരങ്ങളെല്ലാം തന്നെ മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറം ഒന്നാണ്.